ഒക്കെ തിങ്ങിപ്പാർക്കുമ്പോഴും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ദേശം മുന്നോട്ട് പോകുന്നു. ഇവിടെ തൊഴിൽ സാധ്യതകൾ ധാരാളമുണ്ടെങ്കിലും അന്യദേശ തൊഴിലാളികൾ ഈ ദേശത്ത് വന്ന് തൊഴിൽ നേടുന്നു. എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ അപ്പുറത്ത് അരാജകത്തിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അല്പം മുൻപ് സംസാരിച്ചൊരു വ്യക്തി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: പണമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കുവാൻ കഴിയുമോ? പണം ആര് തരും എന്ന് ചോദിച്ചപ്പോൾ ബൈബിളിൽ അതിനെ കൊടുത്തൊരു വാക്ക് ഞാൻ വായിക്കുന്നുണ്ട്: അധ്വാനിക്കാത്തവൻ തിന്നുകയും അരുത്. അധ്വാനിക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീനെന്ന് അരുളി ചെയ്തത് ലോകത്തിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും ഈ ലോകത്തിൽ വന്നത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയും.